നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് താരവും സംവിധായകനും ഒക്കെയായ അഖിൽ മാരാർ NDAയുടെ ഭാഗമായി 2020-ൽ ചേർന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ കൊട്ടാരക്കര മണ്ഡലത്തിൽ മത്സരിക്കുമെന്നും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ കോൺഗ്രസുമായി അടുപ്പമുണ്ടായിരുന്ന അഖിൽ VD സതീഷിനടക്കമുള്ള നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ വിവിധ കാരണങ്ങളാൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ടാണ് അഖിൽ ഇപ്പോൾ NDAയുടെ ഭാഗമാകുന്നത്. കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതുകൊണ്ടാണ് അഖിൽ മാരാർ NDAയുടെ ഭാഗമായി പോയത് എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി കോൺഗ്രസുമായി സീറ്റ് ചർച്ചകൾ നടത്തിയ ശേഷമാണ് അഖിൽ മാരാർ 2020-ൽ ചേർന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. കോൺഗ്രസുമായി സീറ്റ് ചർച്ചകൾ നടത്തിയെങ്കിലും നേതാക്കളിൽ നിന്ന് അനുകൂല സമീപനം ഉണ്ടാകാതിരുന്നതോടെയാണ് 2020-ൽ ചേർന്നത്. കൊട്ടാരക്കരയാണ് അഖിലിന്റെ സ്വദേശം. പൂർണ്ണമായും BJPയുടെ ആശയങ്ങളോട് യോജിക്കാനാകാത്തത് കൊണ്ടാണ് 2020-ൽ ചേരുന്നതെന്നും അഖിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അഖിൽ ഔദ്യോഗികമായി അംഗത്വം എടുത്തത്. ഒരാഴ്ചയിലേറെയായി സാബുവും ജേക്കബുമായി നടത്തിയ തീരുമാനങ്ങൾക്കൊടുവിലാണ് അന്തിമ തീരുമാനമെടുത്തത്. നിയമസഭയിൽ മറ്റാരേക്കാളും ഉച്ചത്തിൽ തൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുമെന്ന അവകാശവാദവും അഖിൽ മാരാർ ഉന്നയിച്ചു. അതിനിടെ അഖിൽ മാരാർക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി കലാമണ്ഡലം സത്യഭാമ രംഗത്തെത്തി. പലപ്പോഴും സാമൂഹിക വിഷയങ്ങളിൽ സത്യഭാമ തൻ്റെ പ്രതികരണം അറിയിക്കാറുണ്ട്. ഫേസ്ബുക്കിലൂടെയായിരുന്നു സത്യഭാമയുടെ വിമർശനം. ഇത്തവണയും അത് നടത്തിയിട്ടുണ്ട്. മോനെ, നീ ഒരിക്കലും ചാണകത്തിൽ വീഴാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു സത്യഭാമയുടെ ഉപദേശം. നിന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവരെ നീ ചതിച്ചില്ലേ എന്നാണ് സത്യഭാമ ചോദിക്കുന്നത്. സത്യഭാമയെ പിന്തുണച്ചും എതിർത്തും നിരവധി കമന്റുകളാണ് വരുന്നത്. അഖിൽ മാരാർ ചാണകക്കുഴിയിൽ വീണ് കിടക്കുന്ന ഒരു AI ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. മോനെ, നീ ഒരിക്കലും ചാണകത്തിൽ വീഴാൻ പാടില്ലായിരുന്നു. നിന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മറ്റു മതസ്ഥരെ നീ ചീറ്റ് ചെയ്യുകയായിരുന്നില്ലേ? നിന്റെ എല്ലാ ഉയർച്ചകളും ഈ ഒരു തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടെ തീരും. ജനങ്ങൾക്ക് നിന്നെ പഴയതുപോലെ ഇനി ഒരിക്കലും നോക്കിക്കാണാൻ കഴിയില്ല. ഈ വിഷയത്തിൽ ഇപ്പോൾ ഇവർ മാത്രമല്ല പ്രതികരിച്ചിരിക്കുന്നത്. സംവിധായകൻ മേജർ രവിയും പ്രതികരിച്ചിട്ടുണ്ട്. BJPയുമായി അടുപ്പമുള്ള സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. അഖിൽ മാരാർ വിഷയങ്ങളിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ വിവാദവുമായി മാറിയ കേരള സ്റ്റോറി 2ാം ഭാഗത്തിലെ ചില രംഗങ്ങളെക്കുറിച്ചും അദ്ദേഹം ചോദ്യത്തിന് മറുപടി നൽകി. മതം പറഞ്ഞ് തമ്മിൽ അടുപ്പിക്കുന്നത് രാഷ്ട്രീയക്കാരനാണെന്നും വോട്ടിന് വേണ്ടിയാണ് ഇതെന്നും അദ്ദേഹം പറയുന്നു. ഇത്തരം കാര്യങ്ങൾ പറയുന്നതിലൂടെ തനിക്ക് എന്നും പുച്ഛമാണെന്നും ഓൺലൈൻ മീഡിയകളോട് സംസാരിക്കവേ അദ്ദേഹം തുറന്നു പറഞ്ഞു.